ഫുഡ് പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കേടുവരാതിരിക്കാനും അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ, അതായത് അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി, അതുപോലെ എഡിബിൾ ക്വാളിറ്റി, ടേസ്റ്റ്, ടെക്സ്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാവാനായിട്ട് ചില സാധനം ചേർക്കും. അതാണ് അഡിറ്റീവ്സ്. കേടുവരാതിരിക്കാൻ ചേർക്കുന്ന സാധനമാണ് പ്രിസർവേറ്റീവ്സ്. ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി മാർക്കറ്റിലെത്തിച്ച് വിൽക്കുമ്പോൾ സാധാരണഗതിയിൽ അത് വിറ്റ് പോകാനായിട്ട് കുറച്ച് ദിവസം ചിലപ്പോൾ എടുത്തെന്ന് വരും. അത്രയും ദിവസം നമ്മൾ മാർക്കറ്റിലെത്തിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം കേടുകൂടാതെ ഇരിക്കണം. അതിനാണ് ഈ ഫുഡ് പ്രിസർവേറ്റീവ്സും അതുപോലെ ഫുഡ് അഡിറ്റീവ്സും പൊതുവെ ചേർത്ത് വരുന്നത്. ഇങ്ങനെ ചേർക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ ലോക ആരോഗ്യ സംഘടന അനുവദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അധികാരം, അതായത് ഭക്ഷണം കേടുകൂടാതെ പൊതുജനത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ നടപടി സ്വീകരിക്കുന്നൊരു വകുപ്പാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരും ഈ പറഞ്ഞ അംഗീകൃതമായിട്ടുള്ള ഫുഡ് പ്രിസർവേറ്റീവ്സ് അതുപോലെ ഫുഡ് അഡിറ്റീവ്സ് ഏതൊക്കെയാണെന്നും അത് ഏത് ലെവലിൽ ഉപയോഗിക്കാമെന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പ്രിസർവേറ്റീവ് ആവശ്യമായതെന്നൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം. സാധാരണഗതിയിൽ ഏത് ഭക്ഷണമായാലും കുറേ ദിവസം ഇരിക്കുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ചിലപ്പോൾ വളരെ മോശമായ മാറ്റങ്ങളായിരിക്കും. അതായത് നമുക്ക് ഭക്ഷണം തിന്നാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വരും. സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും മോശമായ മണം, മോശമായ നിറം, മോശമായ അപ്പിയറൻസ്, ഇങ്ങനെ മാറ്റങ്ങൾ വന്നാൽ ആ ഭക്ഷണത്തെ നമ്മൾ കേടായ ഭക്ഷണം എന്ന് പറയും. ഭക്ഷണം കേടായാൽ അത് ഉപയോഗിച്ചാൽ കഴിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കേടാവാതെ സൂക്ഷിക്കേണ്ടത് പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഭക്ഷണം എങ്ങനെയാണ് കേടാവണത്? കേടാവാനായിട്ട് പൊതുവെ 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണമാണ് അണുജീവികൾ. അണുജീവികൾ എന്നല്ല, സകലമാന ജീവികളും ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് അതിനാവശ്യമായിട്ടുള്ളത് അതിൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് വേണ്ടാത്ത സാധനം പുറത്തേക്ക് തള്ളും. മനുഷ്യരായാലും മൃഗമായാലും ബാക്ടീരിയ ആയാൽ പോലും അതാണ് ചെയ്യണത്. അപ്പോൾ ഒരു ഭക്ഷണത്തിൽ ബാക്ടീരിയ വളർന്നാൽ ബാക്ടീരിയക്ക് ആവശ്യമായ ന്യൂട്രിയൻസൊക്കെ അത് വലിച്ചെടുത്ത ശേഷം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് തള്ളും. അങ്ങനെ പുറത്തേക്ക് തള്ളുന്ന സാധനങ്ങളാണ് ഭക്ഷണത്തിൽ നാറ്റവും കളർ വ്യത്യാസവും ടെക്സ്ചർ വ്യത്യാസവും ഒക്കെ വരുത്തുന്നത്. അപ്പോൾ ബാക്ടീരിയ ഉണ്ടായെന്നാൽ ഭക്ഷണം കേടാകും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചില ദഹനരസങ്ങളുണ്ട്. ഇപ്പോൾ മീനായാലും വെജിറ്റബിളായാലും അല്ലെങ്കിൽ ഫ്രൂട്ടായാലും അല്ലെങ്കിൽ ഇറച്ചിയായാലും അതിലൊക്കെ ദഹനരസങ്ങളുണ്ട്. ഈ ദഹനരസങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് വെച്ചെന്നാൽ ഈ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസിനെ വിഘടിപ്പിക്കുക എന്ന് വെച്ചാൽ കേടാക്കുക. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചാള, അയില, അതുപോലെ പാല് ഒക്കെ. അതെല്ലാം കുറച്ച് ദിവസം ഇരുന്നാൽ ഇപ്പോൾ അയില ഒരു 10 മണിക്കൂർ തുറന്നു വെച്ചെന്നാൽ വളരെ സോഫ്റ്റായി മാറും. ഫ്രഷ് അയില എന്ന് പറഞ്ഞാൽ നല്ല ഫേമായിരിക്കും. പിടിച്ചാൽ ഇങ്ങനെ നെക്കി നോക്കിയാൽ നല്ലൊരു മുറുക്കമുണ്ടാവും. പക്ഷേ ഒരു 12 മണിക്കൂർ തുറന്നു വെച്ചെന്നാൽ നെക്കി നോക്കിയാൽ വളവളാന്ന് സോഫ്റ്റായി പോകും. അതായത്
അത് എൻസൈമൊക്കെ പ്രവർത്തിച്ചിട്ട് ഡീകമ്പോസ്ഡ് ആകും. അപ്പോൾ എൻസൈം അല്ലെ ജൈവരസം അല്ലെ ദഹനരസം എന്ന് പറയുന്ന സാധനം ഭക്ഷണത്തിലുള്ള പോഷക ഘടകങ്ങളെ വിഘടിപ്പിച്ച് മോശമായ വസ്തുക്കളായിട്ട് മാറ്റും. തൽഫലമായിട്ട് ചിലപ്പോൾ നാറ്റം വരും, അല്ലെങ്കിൽ കാണാനായിട്ടൊരു സുഖമില്ലാത്ത അപ്പിയറൻസ് വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതിനെയും സ്പോയിലേജ് എന്ന് പറയും. അപ്പോൾ ബാക്ടീരിയ സ്പോയിൽ ചെയ്യും, എൻസൈം സ്പോയിൽ ചെയ്യും. പിന്നെ മൂന്നാമതൊരു ഘടകമാണ് വായുവിലുള്ള ഓക്സിജൻ. ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ഭക്ഷണത്തിലുള്ള കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഫാറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് അത് ഓക്സിഡൈസ് ചെയ്ത ചില പ്രോഡക്റ്റായിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കളാണ് ഭക്ഷണത്തിന് കാറപ്പ് രസം തരുന്നത്. കനപ്പ് എന്നൊക്കെ പറയും. ഭക്ഷണത്തിലുള്ള ഫാറ്റ് അല്ലെ കൊഴുപ്പ് വായുവിലുള്ള ഓക്സിജനായിട്ട് പ്രതിപ്രവർത്തിച്ച് ചില മാറ്റങ്ങൾ അതിലുണ്ടാക്കും. തൽഫലമായിട്ട് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് റാൻസിഡായിട്ട് മാറും, കാറപ്പുള്ളതായിട്ട് മാറും, കനപ്പുള്ളതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ഭക്ഷണം കേടാവുന്നത്. ബാക്ടീരിയ പ്രവർത്തിച്ചിട്ട്, എൻസൈം പ്രവർത്തിച്ചിട്ട്, ഓക്സിജൻ പ്രവർത്തിച്ചിട്ട്. അപ്പോൾ കേടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് ബാക്ടീരിയനെ നശിപ്പിക്കുക, പിന്നെ കേറാണ്ടാക്കുക. ഭക്ഷണത്തിലോട്ട് കടന്നുകൂടാതെ നോക്കുക. ഭക്ഷണത്തിലുള്ള ബാക്ടീരിയനെ നശിപ്പിക്കുക, പിന്നെ അതിനകത്തോട്ട് ബാക്ടീരിയ കടന്നുകൂടാതെ ഒരു പൊതിഞ്ഞ് വെക്കുക. എൻസൈമിൻ്റെ കാര്യത്തിലും അല്ലെ ജൈവരസത്തിൻ്റെ കാര്യത്തിലും ജൈവരസവും ചൂടാക്കി അതിനെ നശിപ്പിക്കുക, ജൈവരസത്തിനെ കൊല്ലുക. മൂന്നാമത്തത് ഓക്സിജനായിട്ടുള്ള സംസർഗം തടയണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പാക്കിങ് കൊടുക്കുക. ഓക്സിജൻ കയറാത്ത വിധം നല്ലൊരു പാക്കിങ് കൊടുക്കുക. അപ്പോൾ ഓക്സിജനായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത ഇല്ലാണ്ടാവും. ഇതാണ് ഏത് ഭക്ഷണത്തിൻ്റെയും പ്രോസസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്ടീരിയനെ നശിപ്പിക്കുക, ബാക്ടീരിയ അകത്തോട്ട് കയറാതെ നോക്കുക. എൻസൈമിനെ നശിപ്പിക്കുക, അതുപോലെ ഓക്സിജനായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുക. ഇത് ചെയ്യണ 2 തരം നടപടിക്രമമുണ്ട്. ഒന്ന് പ്രോസസ്സിങ് മെത്തേഡ്, നമ്മുടെ ഫ്രീസിങ്, ചില്ലിങ്, കുക്കിങ് എന്നൊക്കെ പറയണത്. മറ്റൊന്നാണ് ചില കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് ഇതിനെയൊക്കെ തടയാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതാണ് ആ 2 മെത്തേഡ് പറഞ്ഞത്. ഒന്ന് ബൈ യൂസിങ് പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ്. ബാക്ടീരിയനെ നശിപ്പിക്കാം, എൻസൈമിനെ ഒരു പരിധി വരെ നശിപ്പിക്കാം. ഓക്സിജനെ തടയാനാണെങ്കിൽ നല്ല പാക്കിങ് കൊടുക്കുക, എയർ ടൈറ്റ് പാക്കിങ്. അതുപോലെ പാക്ക് ചെയ്യണ അതിൻ്റെ പാക്കറ്റിനകത്ത് ഓക്സിജനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എയർ വരാതിരിക്കാനായിട്ട് വാക്വം കൊടുക്കാം, അല്ലെങ്കിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്സിജൻ മാറിക്കിട്ടും. അപ്പോൾ ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവില്ല. മറ്റൊരു മെത്തേഡ് മുമ്പ് പറഞ്ഞതുപോലെ പ്രോസസ്സിങ് മെത്തേഡ്സ് ലൈക്ക് ഡ്രൈയിങ്, പിക്ലിങ്, ചില്ലിങ്, ഫ്രീസിങ്, തെർമൽ പ്രോസസ്സിങ് അല്ലെ സ്റ്റെറിലൈസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല മെത്തേഡുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെത്തേഡാണ് നമ്മളൊന്ന് പഠിക്കാൻ നോക്കുന്നത്. അതായത് തെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് 121 ഡിഗ്രി ചൂടിൽ ചൂടാക്കി പാക്ക് ചെയ്യണത് സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 മെത്തേഡുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിസർവേറ്റീവ് എന്താണെന്നുള്ളൊരു സൂചനയാണ് ആദ്യം വരുന്നത്.
അതായത് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസാണ്. കെമിക്കൽ. ഇപ്പം എനിക്കാണ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പലതരത്തിലാണ് മനസ്സിലാവുന്നത്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വളരുതാത്ത സാധനമാണെന്നാണ്. ഭക്ഷണത്തിലൊക്കെ കെമിക്കലാണെന്നാണ് ചിലർ പറയുക. ഈ ഭക്ഷണത്തിലെ പോഷക ഘടകവും ഒരു കെമിക്കലാണ്. ഇപ്പോൾ പ്രോട്ടീൻ ഒരു കെമിക്കലാണ്, ഫാറ്റ് മറ്റൊരു കെമിക്കലാണ്, ഷുഗർ ഒരു കെമിക്കലാണ്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഭക്ഷണത്തിലെ ഏത് ഘടകവും കെമിക്കലാണ്. ഭക്ഷണത്തിലൊക്കെ കെമിക്കൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ ഒരു അറിവില്ലായ്മയാണ്. കെമിക്കല് ഗുണകരമായിട്ടുള്ളതുകൊണ്ട് ദോഷകരമായിട്ടുള്ളതുകൊണ്ട്. ദോഷകരമായിട്ടുള്ളതിന് നമുക്ക് പോയ്സണസ് അല്ലെ ടോക്സിക് കെമിക്കൽസ് എന്ന് പറയാം. അത് പാടില്ല. ഗുണകരമായിട്ടുള്ള കെമിക്കൽ നല്ലത് തന്നെയാണ്. അതുപോലെ ബാക്ടീരിയയിലും ഉണ്ട്. ഗുണകരമായ ബാക്ടീരിയ ഉണ്ട്, ദോഷകരമായ ബാക്ടീരിയ ഉണ്ട്. ഇപ്പോൾ സാൽമണല ടൈഫി എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ് രോഗം പരത്തണ അണുജീവിയാണ്. അപ്പോൾ അതൊരു കൊള്ളരുതാത്ത അണുജീവിയാണ്. ലാക്ടോബാസിലസ് എന്ന് പറയണത് കേട്ടിട്ടുണ്ടോ? ലാക്ടോബാസിലസ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ദോശ പുളിപ്പിക്കുന്ന ബാക്ടീരിയ, അങ്ങനെയൊക്കെയുള്ള ചില ഗുണകരമായ ബാക്ടീരിയ ഉണ്ട്. പാല് പുളിപ്പിച്ച് തൈര് അല്ലെങ്കിൽ കേർഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ അത് ഗുണകരമായ ബാക്ടീരിയ. അതുപോലെ നമ്മുടെ വയറ്റിൽ ചില ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ വയറ്റിൽ കിടന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ ഉപയോഗിച്ചിട്ട് വിറ്റാമിനൊക്കെ ഉണ്ടാക്കും. ആ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ അത് ഗുണകരമായ ബാക്ടീരിയ. അപ്പോൾ അങ്ങനെ ബാക്ടീരിയയും ഉണ്ട് ഗുണകരമായിട്ടുള്ളത്, കെമിക്കലും ഉണ്ട് ഗുണകരമായിട്ടുള്ളത്, ദോഷമുള്ളതുമുണ്ട്. അതിൽ നല്ലതിനെ നമ്മൾ സ്വീകരിക്കുക, മോശത്തിനെ ഒഴിവാക്കുക. അതായിരിക്കണം നമ്മുടെ മെത്തേഡ്. അപ്പോൾ അങ്ങനെ കെമിക്കൽസ് ചിലത് നാച്ചുറലായിട്ടും സിന്തറ്റിക്കുമായിട്ടുള്ളത് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കും, ഭക്ഷണം കേടുവരാതിരിക്കാൻ. നാച്ചുറൽ കെമിക്കലാകാം, സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കണത്, ഏതെങ്കിലും കമ്പനിയിൽ ഫാക്ടറിയിൽ ഉണ്ടാക്കണതാണ് സിന്തറ്റിക്. പ്രകൃതിയിലുണ്ടാകുന്നത് നാച്ചുറൽ. അപ്പോൾ അങ്ങനെ ചില കെമിക്കൽ ചേർത്താൽ, നാച്ചുറലോ സിന്തറ്റിക്കോ ആയിട്ടുള്ള ചില കെമിക്കൽ ചേർത്താൽ സ്പോയിലേജ് തടുക്കാൻ പറ്റും, എൻസൈമിനെ തടുക്കാൻ പറ്റും. അതുപോലെ ചില കെമിക്കൽ ചേർത്താൽ ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ, അതായത് നമ്മുടെ കാറപ്പിനെ തടയാൻ പറ്റും ചില കെമിക്കൽ ചേർത്താൽ. അതുപോലെ വേറെ ചില കെമിക്കൽസൊക്കെ ചേർത്താൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കളറ് നന്നാവും, ടെക്സ്ചർ നന്നാവും, സ്മെല്ല് നന്നാവും, ടേസ്റ്റ് നന്നാവും. അങ്ങനെ പല മാറ്റങ്ങളും ഭക്ഷണത്തിൽ വരുത്താൻ, സ്വീകാര്യമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് ചില കെമിക്കൽസിന് കഴിയും. അങ്ങനെയുള്ള കെമിക്കൽസിനെയാണ് പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ് എല്ലാം തന്നെ പഠിച്ചിട്ട് ലോക ആരോഗ്യ സംഘടന, അതുപോലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഇതെല്ലാം ആഗോള സംഘടനകളാണ്. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ കീഴിൽ വരുന്ന സംഘടനകളാണ്. അവരിതെല്ലാം പഠിച്ചിട്ട് ഇത് ഏതെല്ലാം ഭക്ഷണത്തിൽ ചേർക്കാം, ഏത് പരിധി വരെ ചേർക്കാം എന്നൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫുഡ് പ്രിസർവേറ്റീവും അഡിറ്റീവ്സും ഒക്കെ ഏതാണെന്നും ഏത് ലെവലിൽ ചേർക്കാമെന്നും തീരുമാനിച്ചിട്ടുള്ളത്. അത് കോപ്പി അടിച്ചേക്കുന്നതാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അനുവദനീയമായ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അനുവദനീയമായ സാധനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് ഈ പ്രിസർവേറ്റീവ് ചേർക്കണതിൻ്റെ ലക്ഷ്യം, ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു കേടാവാതിരിക്കാനാണ്, അതുപോലെ ഗുണമേന്മ കൂട്ടാനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ പ്രിസർവേറ്റീവിൻ്റെ അഡിറ്റീവിൻ്റെ ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം
ഇംപ്രൂവ് സേഫ്റ്റി, ഭക്ഷണത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചാൽ കഴിക്കണ ആൾക്ക് ഒരു കുഴപ്പവും വരരുത്, ഒരസുഖവും വരരുത്. അങ്ങനെ ഭക്ഷണത്തിൻ്റെ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ ഭക്ഷണം പഴകാതിരിക്കുക, കേടാവാതിരിക്കുക. ഭക്ഷണം പഴകരുത്, ഭക്ഷണം കേടാവരുത്. അതാണ് പ്രിസർവേറ്റീവിൻ്റെ അഡിറ്റീവിൻ്റെ ലക്ഷ്യം. അതായത് സുരക്ഷിതമാക്കുക, ഭക്ഷണം എന്നും ഫ്രഷായിട്ട് നിലനിർത്തുക. അതിന് ചേർക്കുന്ന സാധനം പ്രിസർവേറ്റീവ് ആൻഡ് അഡിറ്റീവ്. അപ്പോൾ പ്രിസർവേറ്റീവ് ആൻഡ് അഡിറ്റീവിൻ്റെ ആദ്യത്തെ ലക്ഷ്യമാണ് ഫ്രഷ്നെസ് നിലനിർത്തുക, കഴിക്കുന്ന മനുഷ്യർക്ക് കുഴപ്പമൊന്നും വരാതിരിക്കുക, സേഫായിരിക്കുക. രണ്ടാമത്തെ ലക്ഷ്യമാണ് ഭക്ഷണത്തിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ നിലനിർത്തുക, പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഭക്ഷണം കഴിക്കണതിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ്ഡ് ഗ്രോത്ത് ആൻഡ് നിലനിൽപ്പ്. ശരീരത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതിന് തക്കതായ ന്യൂട്രിയൻസ് ഭക്ഷണത്തിലുണ്ടാവണം. ഭക്ഷണത്തിൽ പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, വിറ്റാമിൻ വേണം, മിനറൽസ് വേണം. ഇങ്ങനെ കുറേ അധികം ന്യൂട്രിയൻസ് നമുക്ക് വേണം. അപ്പോൾ ഒരു ഭക്ഷണം എടുത്തെന്നാൽ ആ ഭക്ഷണം ഇരിക്കും തോറും അതിൻ്റെ പ്രോട്ടീൻ ചിലപ്പോൾ കേടായിപ്പോകും, ഫാറ്റ് കേടായിപ്പോകാം, കാർബോഹൈഡ്രേറ്റ് കേടായിപ്പോകാം, വിറ്റാമിനൊക്കെ ഇല്ലാണ്ടായിപ്പോകാം. അങ്ങനെ മാറ്റം വരരുത്. മാറ്റം വരാതെ മാറ്റത്തെ തടുക്കുന്ന സാധനമാണ് പ്രിസർവേറ്റീവ്. അപ്പോൾ ന്യൂട്രീഷണൽ വാല്യൂ നിലനിർത്തുക, പിന്നെ പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണത്? ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ ചില അരി സർക്കാർ കൊടുക്കുന്നുണ്ട്, അയൺ എൻറിച്ച്ഡ് റൈസ്, അതുപോലെ ഫോളിക് ആസിഡ് എൻറിച്ച്ഡ് റൈസ്. ഇരുമ്പും ഫോളിക് ആസിഡ് എന്ന് പറയുന്ന പിത്തം ഒക്കെ വരാതിരിക്കാൻ, അയണും പിത്തം വരാതിരിക്കാൻ, അനീമിയ വരാതിരിക്കാനായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുന്ന സാധനമാണ്. അരിയിൽ അയണും ഫോളിക് ആസിഡും ചേർത്ത് ആ അരിയാണ് ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചെന്നാൽ ചില സ്ഥലങ്ങളിലല്ല, ഭൂരിഭാഗം സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് അയൺ കുറവ്, അതായത് അനീമിയ, അതുപോലെ ചില വൈറ്റമിനുകളുടെ കുറവ്, ബയോട്ടിൻ, അതുപോലെ ഫോളിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ കുറവ് പ്രധാനമായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യം കുറയുന്നതായിട്ട് പല പഠനങ്ങളും ഉണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് അരിയിൽ ഇരുമ്പും അയണും അതുപോലെ ഫോളിക് ആസിഡും ചേർത്ത് മിക്സ് ചെയ്താണിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ വയനാടിൽ അങ്ങനത്തെ അരിയാണ് കൊടുക്കുന്നത്. റേഷനരി കൊടുക്കുന്നതിൽ ഈ പറഞ്ഞ എൻറിച്ച്ഡ് വൈറ്റമിൻ ആൻഡ് അയൺ എൻറിച്ച്ഡ് റൈസാണ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു പൊതുവായിട്ട് നമ്മൾ കാണുന്ന ഒരു എൻറിച്ച്മെൻറ്റാണ് അയോഡിൻ എൻറിച്ച്മെൻറ്റ്. നമ്മുടെ ഉപ്പിൽ അയഡിൻ ചേർത്തിട്ടാണ് ഇപ്പോൾ വിൽക്കാൻ പാടുള്ളൂ. അയഡിൻ ചേർക്കാത്ത ഉപ്പ് വിൽക്കാൻ പാടില്ല. നിയമം വഴി അങ്ങനെ എൻറിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണ്? അയഡിൻ ഇല്ലെങ്കിൽ തൊണ്ടമഴ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം വരും. അത് വരാതിരിക്കാനായിട്ട് ഉപ്പിൽ അയഡിൻ ചേർത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവും, വിൽക്കാവും. നിയമം വഴി അത് എൻറിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എൻറിച്ച് ചെയ്യണതിൻ്റെ ഉദാഹരണങ്ങളാണ്. ന്യൂട്രീറ്റീവ് വാല്യൂ ഇംപ്രൂവ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രമല്ല, ന്യൂട്രീറ്റീവ് വാല്യൂ ഇംപ്രൂവ് ചെയ്യും. ഇപ്പോൾ ഈ ചാളയെന്നൊക്കെ ചാളയിലൊരു പ്രത്യേക നെയ്യുണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയും. അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ഫുഡിലൊക്കെ ചേർത്താണ് ഇപ്പോൾ വരുന്നത്. പൂഫ എൻറിച്ച്ഡ്. പൂഫ ഉണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ള ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അതെല്ലാം പഠനത്തിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ന്യൂട്രീഷണൽ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യും. ഒന്നാമത്തെ ലക്ഷ്യം
ഭക്ഷണം സേഫാകുക, ഫ്രഷായിട്ട് നിലനിർത്തുക. രണ്ടാമത്തെ ലക്ഷ്യം പോഷക ഗുണം നിലനിർത്തുക, പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. മൂന്നാമത്തെ ലക്ഷ്യം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, ടെക്സ്ചർ, അപ്പിയറൻസ്, കണ്ടാൽ നല്ല അപ്പീലിംഗ് ആവണം ഭക്ഷണം. അതിന് ടേസ്റ്റ് നല്ലതാകണം, മണം നല്ലതാകണം, ചവച്ച് നോക്കുമ്പോൾ ടെക്സ്ചർ നല്ലതാകണം, കാണുമ്പോഴുള്ള കളറും അതിൻ്റെ ഷേപ്പൊക്കെ നല്ലതാകണം. അങ്ങനെയുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൂടി പ്രിസർവേറ്റീവും അഡിറ്റീവും കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ 3 ലക്ഷ്യമാണ് പ്രിസർവേറ്റീവ് ആൻഡ് അഡിറ്റീവ്സിനുള്ളത്. ഒന്ന് ഫ്രഷ്നെസ്, അതോടൊപ്പം സേഫായ ഭക്ഷണം. 2 ന്യൂട്രീഷണൽ വാല്യൂ നിലനിർത്തുക, പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരിക, കൂടുതലാക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. മൂന്നാമത്തത് ഭക്ഷണത്തിൻ്റെ സ്വീകാര്യത, ടേസ്റ്റ്, ടെക്സ്ചർ, അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യുക. ഇതാണ് പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രിസർവേറ്റീവുകൾ എന്താണെന്നും അതിനെ വല്ല തരംതിരിക്കലുണ്ടോ എന്നൊന്നും നോക്കാം. 2 പൊതുവെയുള്ള എല്ലാ പ്രിസർവേറ്റീവിനെയും 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ക്ലാസ് 1 പ്രിസർവേറ്റീവ്. ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രിസർവേറ്റീവിനെയാണ് ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. നാച്ചുറലി ഒക്കറിങ് പ്രിസർവേറ്റീവ്, അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഉപ്പ്, പഞ്ചസാര, ഡെക്സ്ട്രോസ്, നമ്മുടെ സ്പൈസസ്, വിനാഗിരി, തേൻ, ചില വിറ്റാമിൻ, അതുപോലെ ചില ഓയിൽ, ഇതൊക്കെ ഇട്ട് നമ്മൾ ഭക്ഷണങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നാച്ചുറലാണ്. അങ്ങനെ നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവിനെ നമ്മൾ ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറയും. ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രിസർവേഷൻ. ക്ലാസ് 2 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ള പ്രിസർവേറ്റീവിനെയാണ് ക്ലാസ് 2 പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലാസ് 1 നാച്ചുറൽ, ക്ലാസ് 2 സിന്തറ്റിക്. അപ്പം അങ്ങനെ 2 തരം പ്രിസർവേറ്റീവ്. ഇനി കുറച്ച് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവിനെ കുറിച്ചൊരു ഐഡിയ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സോർബേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പ്രധാനമായിട്ടും പൊട്ടാസ്യം സോർബേറ്റ് എന്നും പറഞ്ഞാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. പൊട്ടാസ്യം സോർബേറ്റ് ഇത് അണുജീവികളെ, അതായത് ബാക്ടീരിയ, ഫംഗസ്, സാധാരണ ഭക്ഷണം കേടാക്കുന്ന അണുജീവികളെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവാണ് പൊട്ടാസ്യം സോർബേറ്റ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ലെവൽ അടുത്ത കോളത്തിൽ ഡോസ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഉപയോഗിക്കാം, എന്ത് കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കാമെന്നാണ്. ആദ്യം പറയുന്നത് 50 ppm. ppm എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോയിൽ എത്ര മില്ലിഗ്രാം എന്നാണ് ppm പറയുന്നത്. ppm എന്ന് പറഞ്ഞാൽ 1 കിലോയിൽ എത്ര മില്ലിഗ്രാം, 1 കിലോയിൽ എത്ര മില്ലിഗ്രാം. അപ്പോൾ 50 ppm എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോയിൽ 50 മില്ലിഗ്രാം ചേർക്കാം. 100 ppm എന്ന് പറഞ്ഞാലോ 1 കിലോയിൽ 100 മില്ലിഗ്രാം ചേർക്കാം. 200 ppm എന്ന് പറഞ്ഞാലോ 1 കിലോയിൽ 200 മില്ലിഗ്രാം ചേർക്കാം. 500 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോയിൽ 500 മില്ലിഗ്രാം ചേർക്കാം. ക്ലിയർ അല്ലേ? ppm, പാർട്സ് പെർ മില്യൺ, 1 കിലോയിൽ എത്ര മില്ലിഗ്രാം ചേർക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറയുന്നത് 50 ppm ചേർക്കണ ഒരു കാര്യം പറയുന്നുണ്ട്. അത് എന്തിലാണ് ഉപയോഗിക്കുന്നത്? ഏരിയ ഓഫ് യൂസ്. അടുത്ത കോളത്തിൽ നോക്കി, ഏരിയ ഓഫ് യൂസ്, അല്ലെങ്കിൽ ഏത് സാധനത്തിൽ, ഏത് ഫുഡിലാണ് 50 ppm എന്നാണ് പറയുന്നത്. നോക്കൂ, നെക്ടാർ, റെഡി ടു സെർവ് ബീവറേജ് ഇൻ ബോട്ടിൽ, പൗച്ച്, സെല്ലിംഗ് ത്രൂ ഡിസ്പെൻസർ എന്ന് വെച്ചാൽ നേരിട്ട് കുടിക്കണതിലൊക്കെ ചേർക്കാവുന്ന അളവാണ് ഈ പറയുന്നത് 50 ppm. പൊട്ടാസ്യം സോർബേറ്റ് 50 ppm നേരിട്ട് കുടിക്കാവുന്നത്.
ഇനി അതിൻ്റെ കോൺസെൻട്രേറ്റ് ആണെങ്കിൽ അടുത്ത ഇതിൽ നോക്കിയേ, ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ്, അതിൽ 100 BPM ചേർക്കാം. നേരിട്ട് കുടിക്കണതിൻ്റെ ഇരട്ടി ചേർക്കാമെന്നാണ് പറയുന്നത്. കാരണം എന്താ, ഈ കോൺസെൻട്രേറ്റ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തേ കുടിക്കുള്ളൂ. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഈ 100 എന്നുള്ളത് 50 50 താഴെയോ ആയിട്ട് മാറും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ശരീരത്തിനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ചിലതിലൊക്കെ ഈ പറഞ്ഞ കൂടുതലും ചിലതിൽ കുറവും, നേരിട്ട് കഴിക്കണതിൽ കുറവും. അതുപോലെ ചില സാധനം കുറച്ചേ കഴിക്കുള്ളൂ, ക്വാണ്ടിറ്റി. ഇപ്പോൾ ചെറിയ മിഠായി, നമ്മുടെ ചൂയിങ്കമ്മൊക്കെ എനിക്ക് വേണം 1 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഗ്രാം കഴിക്കുന്ന സാധനമാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ പ്രിസർവേറ്റീവ് കൂടുതൽ അനുവദിക്കും. കാരണം അറ്റ് എ ടൈം നമ്മൾ കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കണത് കൊണ്ട് നമ്മുടെ അകത്തേക്ക് ചെല്ലുന്ന പ്രിസർവേറ്റീവിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കഴിക്കുന്ന സാധനത്തിൽ കൂടുതൽ ചേർക്കാമെന്ന് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ പൊട്ടാസ്യം സോർബേറ്റിൻ്റെ ഐഡിയ പിടികിട്ടിയില്ലേ? നേരെ കഴിക്കണതിലാണെങ്കിൽ 50 BPM, കോൺസെൻട്രേറ്റിലാണെങ്കിൽ 100 വരെ, 100ഉം ചിലതിലേക്ക് 200ഉം ഒക്കെ ഇടാം. കുറച്ച് കഴിക്കണേ. ജെല്ലി, ജാമൊക്കെ കൂടി വന്നാൽ 2 സ്പൂണേ ഒരാൾ കഴിക്കുള്ളൂ, 2 അല്ലേ 3 അല്ലേ 4 സ്പൂൺ എന്ന് വെച്ചാൽ 10 അല്ലേ 15 ഗ്രാമാണ് കഴിക്കണത്. അതുകൊണ്ട് അതിനകത്ത് 500 BPM വരെ ചേർക്കാം. ഓക്കെ, ഇനിതേ അടുത്തത് സോഡിയം ബെൻസോയേറ്റ്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന നടപടി ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് സോഡിയം ബെൻസോയേറ്റ് 120 BPM ചേർക്കണമായിട്ട് പറഞ്ഞു. 120 BPM എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ 1 ലിറ്ററിൽ അല്ലെങ്കിൽ 1 കിലോയിൽ 120 മില്ലിഗ്രാം. 120 മില്ലിഗ്രാം ഉപയോഗിക്കണ എവിടെയാണ്? റെഡി ടു സെർവ് ബീവറേജ്, നേരെ കുടിക്കണ സാധനങ്ങൾക്കൊക്കെ 120 BPM ചേർക്കാം. ഇനി കുറച്ച് കഴിക്കണത് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തുള്ളതാണെങ്കിൽ, ഉദാഹരണത്തിന് ജാം, മർമലേഡ്, ഫ്രൂട്ട് ജെല്ലി, ഇതൊക്കെ നമ്മൾ ബ്രെഡിലൊക്കെ ഇത്തിരി പുരട്ടി കഴിക്കണതാണ്. അത് ഇത്തിരി അപ്പം നമ്മളകത്തോട്ട് കഴിക്കുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് 200 ആകാം. അടുത്തത് പിക്കിൾ, അച്ചാർ, അതുപോലെ ചട്നി. ഇപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കി മാർക്കറ്റിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ ചട്നി പാക്ക് ചെയ്ത് വരുന്നുണ്ട്. അതിനൊക്കെ 250 BPM ആകും. അതൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ. ഇപ്പോൾ അച്ചാർ കൂടി വന്നാൽ 2 സ്പൂൺ അല്ലെ 3 സ്പൂണേ കഴിക്കുള്ളൂ. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്, 3 സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ഗ്രാം. അതുകൊണ്ട് അതിനകത്ത് ഇത്തിരി കൂടുതൽ വരാം. പിന്നെ അതേ സ്ക്വാഷ്, ക്രഷ് ഫ്രൂട്ട് സിറപ്പ്, കോർഡിയൽ എന്നൊക്കെ പറഞ്ഞ് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുന്ന സാധനം, അതിനകത്ത് 600 BPM വരെ ആകാം. സോഡിയം ബെൻസോയേറ്റ് 600 BPM വരെ ആകാം. അവസാനം നോക്കിയേ, ടൊമാറ്റോ ആൻഡ് അതർ സോസ്, ടൊമാറ്റോ പുരി, ടൊമാറ്റോ പേസ്റ്റ്, അങ്ങനെയുള്ള പേസ്റ്റൊക്കെ ഇപ്പം മുളക് വരെയൊക്കെ പേസ്റ്റാക്കി വരുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ടൊമാറ്റോ പേസ്റ്റ് ഒരു കറി ഉണ്ടാക്കുമ്പോൾ 1 കിലോ ഇറച്ചിയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കൂടി വന്ന 2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇടും. അപ്പോൾ 4 സ്പൂൺ ഒരു 2 ലിറ്ററായിട്ട് ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകും. അതുകൊണ്ട് ടൊമാറ്റോ പുരിയിൽ 750 BPM വരെ ചേർക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ കുറവുള്ളത് നമ്മൾ നേരിട്ട് കഴിക്കണതും കൂടുതലുള്ളത് നമ്മൾ കുറച്ച് കഴിക്കണതും ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കണതും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് ഈ പറഞ്ഞ തോതിൽ കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇനിതേ അടുത്ത പ്രിസർവേറ്റീവാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, pH നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇതിന് 3നും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? 3ഉം നാച്ചുറലാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്.
സിട്രിക് ആസിഡ് എവിടെ നിന്ന് കിട്ടുന്നതാണ്? സിട്രിക് ആസിഡ് കിട്ടുന്നത് ലെമൺ അല്ലെങ്കിൽ നാരങ്ങ ഇനത്തിൽ നിന്ന് കിട്ടുന്നതാണ് സിട്രിക് ആസിഡ്. പ്രകൃതി ദത്തമാണ്. അസറ്റിക് ആസിഡ് കള്ള് പുളിപ്പിച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള മരങ്ങളുടെ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെയൊക്കെ ജ്യൂസ് പുളിപ്പിച്ചുണ്ടാക്കുന്നതാണ് അസറ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ പാല് പുളിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഈ 3 ആസിഡും pH നിയന്ത്രിക്കാൻ, അതായത് ഇപ്പോൾ ഒരു ഫുഡിൻ്റെ pH 5 ആണെങ്കിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ pH 5 ആണെങ്കിൽ അത് 3നും 4.5ൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ ഫ്രൂട്ട് ജ്യൂസിൽ ചേർക്കാൻ ബെസ്റ്റ് സാധനം സിട്രിക് ആസിഡാണ്. കാരണം അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് തരുന്നത്. നേരെ മറിച്ച് അച്ചാറിലൊക്കെ ആണെങ്കിലോ അസറ്റിക് ആസിഡിൻ്റെ ഡൈലൂട്ട് ഫോമാണ് വിനാഗിരി. ഇതിൽ ജാസ്മിൻ ഉണ്ടല്ലോ അല്ലേ, ജാസ്മിൻ നസീർ. ജാസ്മിനെ ഒരു എളുപ്പം ചെയ്യാവുന്ന വിദ്യനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എളുപ്പം ചെയ്യാവുന്ന ഒരു വിദ്യയാണ് ഈ വിനാഗിരി ഉണ്ടാക്കൽ. വിനാഗിരി ഉണ്ടാക്കാനായിട്ട് അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേറ്റ് സാധനം വാങ്ങാൻ കിട്ടും. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നും പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അത് മേടിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കുപ്പിയിലാക്കി കഴിഞ്ഞാൽ വിനാഗിരിയായി, സിന്തറ്റിക് വിനാഗിരിയായി. അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി വിൽക്കാം. ഒരു ബോട്ടിൽ 1 ലിറ്റർ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നാണ് അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേറ്റിൻ്റെ പേര്. 1 ലിറ്റർ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് 15 ലിറ്റർ വിനാഗിരിയായിട്ട് മാറ്റാം. 1 ലിറ്റർ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 15 ലിറ്റർ വിനാഗിരിയായിട്ട് മാറ്റാം. മനസ്സിലായില്ലേ? അതെന്നിട്ട് എത്ര 1/2 ലിറ്ററിൻ്റെ 100 ml ബോട്ടിലാക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് വിൽക്കാം. ഈ സാധനം ആ ഷെൽഫിലിരുന്നാൽ 1 കൊല്ലമായാലും കേടും വരില്ല. അത്രയും സേഫായിട്ടുള്ളൊരു ബിസിനസ് വേറെ ഇല്ല. അപ്പോൾ ജാസ്മിന് ചെയ്യാവുന്നൊരു പണിയാണത്. ഓക്കെ. അപ്പോൾ അസറ്റിക് ആസിഡ്, അതുപോലെ ലാക്റ്റിക് ആസിഡ്, പാല് പുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഈ 3 ആസിഡ് ഇപ്പം മേടിക്കാനായിട്ട് മാർക്കറ്റിൽ കിട്ടും. അത് നമുക്ക് pH അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രൂട്ട് ജ്യൂസിലോ കറിയിലോ ഫെർമെൻറ്റഡ് മീറ്റ് ഡയറി പ്രോഡക്റ്റിലൊക്കെ ചേർക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ അതിന് ലിമിറ്റൊന്നും പറയുന്നില്ല. കാരണം അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് നാച്ചുറലായതുകൊണ്ടാണ് അതിന് ലിമിറ്റില്ല. നമുക്ക് ഏത് ടേസ്റ്റിലാണ് ഇത് കിട്ടേണ്ടത് ആ ലെവലിൽ അത് ചേർക്കാം. ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത് ഒരു ഷുഗറാണ്, ഒരു കാർബോഹൈഡ്രേറ്റ്. എന്താ ഡെക്സ്ട്രോസിൻ്റെ കാര്യം ചോദിച്ചത്? ഡെക്സ്ട്രോസും ഷുഗറൊക്കെ സിറപ്പായിട്ട് പ്രിസർവ് ചെയ്യാനായിട്ട് ചേർക്കും. പിന്നെ ഡെക്സ്ട്രോസ് നമ്മൾ ഇപ്പോൾ ആശുപത്രിയിലൊക്കെ ഡീഹൈഡ്രേഷൻ വന്നാൽ അല്ലെങ്കിൽ ഭയങ്കര വയറിളക്കവും ഛർദിയൊക്കെ വന്ന് ഫ്ലൂയിഡ് നഷ്ടം വന്നാൽ ബോഡിയിലേക്ക് കയറ്റുന്ന സാധനം ഡെക്സ്ട്രോസാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ബോട്ടിലിൽ ഡ്രിപ്പ് കൊടുക്കൂലേ, ഡ്രിപ്പ് കൊടുക്കുന്നത് ഡെക്സ്ട്രോസാണ്. അതിൻ്റെ കോൺസെൻട്രേറ്റ് ഫോം ഉണ്ടാക്കിയാൽ ഡെക്സ്ട്രോസ് സിറപ്പ്, പഞ്ചസാര ലായനി പോലെ ഡെക്സ്ട്രോസിൻ്റെ സിറപ്പ് കിട്ടും. അതും മധുരമുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് സോഡിയം മെറ്റാബൈസൾഫൈറ്റ്. അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ മുകളിൽ എഴുതിയേക്കണം. ഓക്കെ, നെയിം ഓഫ് പ്രിസർവേറ്റീവ് ഫോർ കളർ റിട്ടൻഷൻ. ഫ്രൂട്ടും വെജിറ്റബിളിൻ്റെയൊക്കെ കളർ റിട്ടൈൻ ചെയ്യാനാണ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഉപയോഗിക്കുന്നത്.
ഞാൻ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്. ഗ്രേപ്പിലിട്ടാൽ, അതായത് ചില ഫ്രൂട്ടിലിട്ടെന്നാൽ സോഡിയം മെറ്റാബൈസൾഫൈറ്റ് ഇട്ടെന്നാൽ, പ്രത്യേകിച്ച് അസിഡിക് ഫ്രൂട്ട് ജ്യൂസിലിട്ടാൽ കളർ മങ്ങും. അസിഡിറ്റി കുറവുള്ള ഫ്രൂട്ടാണെങ്കിൽ, അല്ലെ ന്യൂട്രലായിട്ടുള്ള ഫ്രൂട്ടാണെങ്കിൽ അതിൽ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഇട്ടാൽ കളർ കേടാവില്ല, കളർ മാറില്ല. ഓക്കെ, അപ്പോൾ സോഡിയം മെറ്റാബൈസൾഫേറ്റും ഇതുപോലെ ചേർക്കണതിന് പല ലെവലുണ്ട്. കൂടുതൽ കഴിക്കുന്ന സാധനങ്ങളിൽ കുറവും, അതുപോലെ കുട്ടികൾ കഴിക്കുന്നതിലും കുറവേ പാടുള്ളൂ. വലിയവർ കഴിക്കണതും അതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കറി വെച്ച എന്തെങ്കിലും വേറെ വിഭവമാക്കി മാറ്റി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഈ അവസാനം നോക്കിക്കേ, ഒരെണ്ണത്തിൽ 2000 ppm ആണ്. 2000 അതെന്തിലാണ്? ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഇപ്പോൾ ഉണക്കി മാർക്കറ്റിൽ വരുന്നുണ്ട്. അങ്ങനെ ഉണക്കി വരുമ്പോൾ അതിൻ്റെ കളറ് ചിലത് പച്ച തന്നെയായിട്ടൊക്കെ കാണും. അങ്ങനെ പച്ച തന്നെയായിട്ടൊക്കെ കാണുന്നതിൽ ഈ പറഞ്ഞ ചേരുവ ചേർത്തതായിരിക്കും. ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിളിൽ 2000 ppm വരെ ചേർക്കാം. ഈ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ പിന്നെ വെള്ളത്തിലിട്ട് കറി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ളം വലിക്കും. സാധാരണ ഇതിൽ 4 ഇരട്ടി വെള്ളം വലിക്കും. പിന്നെ അതിന് ചാറുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ഇരട്ടിയാവും. അപ്പോൾ 8 ഇരട്ടി വെള്ളമാകും. 8 ഇരട്ടിയായിട്ട് 2000 8 ഇരട്ടിയായിട്ട് ഡൈല്യൂട്ടാവും. അതുകൊണ്ടാണ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിളിൽ 2000 ppm വരെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിതേ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം പ്രത്യേകം ചർച്ച ചെയ്തായിരുന്നു. അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ഓക്സിജനായിട്ട് പ്രതിപ്രവർത്തിച്ചിട്ട് റാൻസിഡിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ കനപ്പ് അല്ലെങ്കിൽ കാറപ്പ് എന്ന് പറയുന്ന ടേസ്റ്റ് വ്യത്യാസം വരും. അത് തടയാനാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഓക്സിഡേഷൻ നടക്കുമ്പോൾ കാറപ്പ് വരും, അല്ലെ കനപ്പ് വരും, അല്ലെ റാൻസിഡിറ്റി വരും. ആ ഓക്സിഡേഷൻ, ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യണത് തടുക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ആൻറ്റി ഓക്സിഡൻറ്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് വൈറ്റമിൻ സി. നമ്മുടെ ചെറുനാരങ്ങയിലും നെല്ലിക്കയിലൊക്കെയുള്ള വിറ്റാമിൻ സി. രണ്ടാമത്തത് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ജേം ഓയിൽ, റൈസ് ജേം ഓയിൽ, വീറ്റ് ജേം ഓയിൽ, ഇതിലൊക്കെ ഉള്ളതാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ഭക്ഷണത്തിൽ ചേർത്താൽ ആ ഭക്ഷണം കാറപ്പ് ഉണ്ടാവില്ല, കാറപ്പിനെ തടക്കും. ഇത് രണ്ടും പ്രകൃതിദത്തമാണ്, മനുഷ്യന് ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ട് അതിന് ലിമിറ്റൊന്നുമില്ല, ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തതാണ് BHA അല്ലെങ്കിൽ BHT. BHA എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. ഇതെല്ലാം മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ബേക്കേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലും ഉണ്ട് ബേക്കേഴ്സ് ഷോപ്പ്. ബേക്കേഴ്സ് ഷോപ്പിൽ ചോദിച്ചാൽ ഈ പറഞ്ഞ എല്ലാ പ്രിസർവേറ്റീവും വാങ്ങാൻ കിട്ടും. BHA എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, അല്ലെങ്കിൽ BHT ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവീൻ. ഇത് രണ്ടും സിന്തറ്റിക്കാണ്. സിന്തറ്റിക് പ്രിസർവേറ്റീവ് ഫോർ പ്രിവെൻറ്റിങ് റാൻസിഡിറ്റി. റാൻസിഡിറ്റി തടുക്കാനായിട്ടുള്ള സിന്തറ്റിക് അല്ലെങ്കിൽ ക്ലാസ് 2 പ്രിസർവേറ്റീവാണ്. അത് നോക്കിയേ, അതിൻ്റെ ഡോസ്. കുക്കിംഗ് ആൻഡ് ഫ്രൈയിങ് ഓയിൽ, അതിൽ 100 ppm വരെ ചേർക്കാം. എനിക്ക് വേണമെങ്കിൽ ചിലരൊക്കെ ചിപ്സൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതുപോലെ ബേക്കറിയിലും ഫാറ്റ് ചേർക്കും, അത് ഇരുന്നാൽ കാറപ്പ് വരും. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്യുന്ന സാധനം, ഫ്രൈ ചെയ്യുന്ന സാധനം കാറക്കാതിരിക്കണമെങ്കിൽ അതിൽ ചേർക്കുന്ന ഓയിലിൽ അല്ലെങ്കിൽ ഫാറ്റിൽ, ഇപ്പോൾ കുക്കീസാ
അല്ലെ ബേക്ക്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ പലരും ചേർക്കുന്നത് നെയ്യാണ്. അതാ ഗീയിലും അതുപോലെ ഫ്രൈ ചെയ്യണ ഓയിലിലും 100 ppm എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന് 100 മില്ലിഗ്രാം, 10 ലിറ്ററിന് 1 ഗ്രാം ആ തോതിൽ ചേർക്കണം. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റും ഫ്രൈ ചെയ്ത സാധനവും കാറപ്പ് ടേസ്റ്റ് വരും. പിടികിട്ടുന്നുണ്ടോ? രണ്ടാമത് നോക്കിയ കേക്ക്, നട്ട്, മിൽക്ക് പൗഡർ, സ്നാക്ക് ഫുഡ്, ചെറിയ കഷ്ണങ്ങൾ കുറച്ച് തിന്നുന്ന സാധനങ്ങൾ, അതിനൊക്കെ 200 ppm വരെ ചേർക്കാം. പിന്നെ മൂന്നാമത്തെ നോക്കിയ ഫ്രൈഡ് പൊട്ടറ്റോയിൽ 25 ppm പാടുള്ളൂ, വളരെ കുറച്ച്. എന്ത് ഈ ഫ്രൈഡ് പൊട്ടറ്റോ എന്ന് പറയണത്? മെയിനായിട്ട് ഇപ്പോൾ ഫ്രൈഡ് പൊട്ടറ്റോ മാർക്കറ്റിലുള്ള ഏതാണ്? ലേസ്. ലേസ് എന്ന് പറഞ്ഞാൽ പിള്ളേർ 2-3 പാക്കറ്റൊക്കെ ചിലപ്പോൾ അടിക്കും. അതുകൊണ്ട് അതിനകത്ത് വളരെ കുറച്ചേ പാടുള്ളൂ, 25 ppm പാടുള്ളൂ. ഡോസ് നിശ്ചയിക്കണതിൻ്റെ ലോജിക്ക് പിടികിട്ടിയ അതാണ് മാനദണ്ഡം. എന്തുമാത്രം കഴിക്കുന്നു, ആര് കഴിക്കുന്നു. പിള്ളേർ കഴിക്കുന്നു, പിള്ളേർ കൂടുതൽ കഴിക്കണമെങ്കിൽ അതിനകത്ത് വളരെ കുറച്ചേ പാടുള്ളൂ. പിന്നെ ചൂയിങ് ഗം, ഡയറ്ററി സപ്ലിമെൻറ്റ്. ഒരു ചൂയിങ് ഗം അല്ലെ 2 ചൂയിങ് ഗം വായിലിട്ട് ചവച്ചാൽ കൂടി വന്നാൽ 2 ഗ്രാം അല്ലെ 3 ഗ്രാമേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ വളരെ കുറച്ച്. അതുകൊണ്ട് അതിനകത്ത് 400 ppm വരെ അവർ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വായ നിറച്ച് ചൂയിങ് ഗം ഇട്ട് ചവച്ച് തിന്നാനായിട്ട് ഒരിക്കലും അറിവുള്ളവർ സമ്മതിക്കരുത്. 1-2 വായിലിട്ട് ചവക്കാം. കൂടുതൽ ചൂയിങ് ഗം വായിലിട്ട് ചവച്ചാൽ ദോഷമാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ റാൻസിഡിറ്റി തടുക്കാനുള്ള സാധനങ്ങളാണ് വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, BHA, അതുപോലെ BHT. BHT സിന്തറ്റിക് അല്ലേ, ക്ലാസ് 2 പ്രിസർവേറ്റീവാണ്. അതുകൊണ്ട് അതിനൊരു തോതുണ്ട്, ആ തോതനുസരിച്ച് ആഡ് ചെയ്യാവും. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുകൊണ്ട് അതിന് ലിമിറ്റില്ല, ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഫുഡ് അഡിറ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഫുഡ് അഡിറ്റീവ്സ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ഫുഡ് പ്രിസർവേറ്റീവ്സിനെ കുറിച്ചാണ്. ഇനി ഫുഡ് അഡിറ്റീവ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാം. ഫുഡ് അഡിറ്റീവ് സാധാരണ ഇതിൽ ഭക്ഷണത്തിൻ്റെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, ടെക്സ്ചർ, അപ്പിയറൻസ്, അതാണ് സ്വീകാര്യത. നല്ല ടേസ്റ്റ് ആളുകൾ സ്വീകരിക്കും, നല്ല അപ്പിയറൻസ് ആളുകൾ സ്വീകരിക്കും, നല്ല കളർ ആളുകൾ സ്വീകരിക്കും. അതുണ്ടാക്കുന്ന സാധനമാണ് ഫുഡ് അഡിറ്റീവ്. അപ്പോൾ ഫുഡ് അഡിറ്റീവിനെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ഇതിൽ നമ്മുടെ സെൻസ് ഓർഗാൻസ് എന്ന് പറയുന്ന മൂക്ക് കൊണ്ട് മണത്തി നോക്കാം, കണ്ണുകൊണ്ട് കണ്ടു നോക്കാം, ചെവി കൊണ്ട് എങ്ങനെ ഭക്ഷണത്തിനെ വിലയിരുത്തുന്നത്? ഉണങ്ങിയ ഭക്ഷണം ഒന്ന് കൊട്ടി നോക്കുക, അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പുറത്ത് ഫ്ലോറിലായി ഇട്ട് നോക്കിയാൽ ഒരു ഒച്ച കേൾക്കും. ആ ഒച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ഫ്രൈ ചെയ്ത സാധനം ഒന്ന് ഒടിച്ചാൽ ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഉണങ്ങിയതാണോ ഇല്ലയോ. പിന്നെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ, വായിൽ ചവച്ച് നോക്കുക, നാക്കുകൊണ്ട് ടേസ്റ്റ് ഫീൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സെൻസ് ഓർഗാൻസ്. ആ സെൻസ് ഓർഗാൻസ് വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ സ്വീകാര്യത അളക്കുന്നത്, സ്വീകാര്യത വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഇനി സ്വീകാര്യത ടേസ്റ്റ്, വായിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കണം. എല്ലാവർക്കും ചിലപ്പോൾ ടേസ്റ്റ് ശരിക്കും പിടിക്കാൻ പറ്റില്ല. ടേസ്റ്റ് പിടിക്കാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ആളുകളെ കൊണ്ട്, അങ്ങനെ ടേസ്റ്റ് നോക്കുന്ന ആളുകളെ കൊണ്ട് ഈ കാണിച്ചിട്ടുള്ള 5 സാധനം, ഒന്ന് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാര ലായനി, 2 സവർ എന്ന് പറഞ്ഞാൽ സവർ എന്ന് പറഞ്ഞാൽ പുളിപ്പിന് സിട്രിക് ആസിഡ്, നമ്മുടെ
ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഉണ്ടാക്കി ഒരു ലായനി ഉണ്ടാക്കുക. 3 സോൾട്ടിൻ്റെ ഒരു ലായനി, ഉപ്പിൻ്റെ ഒരു ലായനി. 4 ബിറ്റർ, അതിന് കാപ്പിയുടെ ഒരു ലായനി. കാപ്പി പൊടി തിളപ്പിച്ച ആ വെള്ളം അതിന് കയ്പുണ്ടോ എന്ന് നോക്കുക. അഞ്ചാമത്തത് ഉമാമി. ഉമാമി എന്ന് പറഞ്ഞാൽ മീറ്റ് ഫ്ലേവറാണ്. മീറ്റ് ഫ്ലേവറിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അല്ലെങ്കിൽ അജീനോമോട്ടോ. അപ്പോൾ ഈ 5 സാധനത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഓരോന്നും ഒരു നമ്പർ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ടേസ്റ്റ് നോക്കണ ആളെ കൊണ്ട് ഇത് ഓരോന്നിൻ്റെയും ടേസ്റ്റ് നോക്കി എഴുതാൻ പറയും. അവരിതിൻ്റെ ടേസ്റ്റ് നോക്കി കറക്റ്റായിട്ട് ഷുഗർ എന്നുള്ളതിൻ്റെ ഒന്നാമത്തേന് സ്വീറ്റ് എന്നും, രണ്ടാമത്തേന് പുളി എന്നും, മൂന്നാമത്തേന് ഉപ്പെന്നും, നാലാമത്തേന് കയ്പെന്നും, അഞ്ചാമത്തതിനെ മീറ്റ് ടേസ്റ്റ് എന്നും അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെയാണ് നമ്മൾ ടേസ്റ്റ് നോക്കാനായിട്ട്, ഭക്ഷണം ഉണ്ടാക്കിയത് നല്ലതാണോ ചീത്തയാണോ സ്വീകാര്യമാണോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നിയോഗിക്കാവൂ. ഈ 5 ടേസ്റ്റും പിടികിട്ടാത്തവരാ ടേസ്റ്റ് ചെയ്യാനായിട്ട് വെക്കരുത്. അപ്പോൾ ഭക്ഷണം, ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യണ ആൾക്കാർ അത് ഉണ്ടാക്കി നമ്മളൊന്ന് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റൊക്കെ പുളി എങ്ങനെയുണ്ട്, മധുരം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൊവയുണ്ടോ, അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 5 അടിസ്ഥാന ടേസ്റ്റും തിരിച്ചറിയാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെ കഴിവുള്ളവരാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ് ഈ 5 ടേസ്റ്റും നമ്മൾ പറയുന്നത്. ഷുഗർ, സിട്രിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, കഫീൻ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, ഇതിൻ്റെ ലായനി ഉണ്ടാക്കി ടേസ്റ്റ് അവരെ കൊണ്ട് വിലയിരുത്തുക. അവർ കറക്റ്റായിട്ട് വിലയിരുത്തിയാൽ അവരെ നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് നിയോഗിക്കാം. ഓക്കെ. ഇത് ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒരു ഡീറ്റെയിലാണ്. മധുരത്തിന് പഞ്ചസാരക്ക് പകരം ഹണി ഉപയോഗിക്കാം. അതുപോലെ ഷുഗർ ക്യാൻഡി, മിഠായി ഉപയോഗിക്കാം. പുളിരസത്തിന് വിനാഗിരി ഉപയോഗിക്കാം, ലെമൺ ഉപയോഗിക്കാം, ലൈം ഉപയോഗിക്കാം, പുളിയുള്ള തൈര് ഉപയോഗിക്കാം. ഉപ്പ് രസത്തിന് ഉപ്പ് തന്നെ. കയ്പ്പ് രസത്തിന് കാപ്പി ഉപയോഗിക്കാം. നമ്മുടെ പാവക്കായുടെ ജ്യൂസ് ഉപയോഗിക്കാം. പിന്നെ കയ്പ്പ് രസമുള്ള ചോക്ലേറ്റ് ഉപയോഗിക്കാം. മീറ്റ് ടേസ്റ്റിനോ ടൊമാറ്റോൻ്റെ ജ്യൂസ് ഉപയോഗിക്കാം, ചീസ് ഉപയോഗിക്കാം. അതുപോലെ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് വേവിച്ചത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ്, വേവിച്ച ജ്യൂസ് അത് ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ സാധനങ്ങളും നമുക്ക് ഒരു ജ്യൂസാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലേവറിനെ കുറിച്ചൊരു സൂചന. ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് തോന്നുന്നു ആളുകളുടെ പൊതുവായൊരു ധാരണ വായിൽ വെച്ചാൽ കിട്ടുന്ന ടേസ്റ്റിനാണ് ഫ്ലേവർ എന്ന് പറയുന്നത്. ശരിക്കും ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗാൻസ്, പഞ്ചേന്ദ്രിയങ്ങൾക്കും കിട്ടുന്ന ഫീലിങ്ങിനെയാണ് ഫ്ലേവർ എന്ന് പറയുന്നത്. അതായത് നാക്കിൽ കിട്ടുന്ന ടേസ്റ്റ്, മൂക്കിൽ കിട്ടുന്ന മണം, തൊട്ടാൽ കിട്ടുന്ന ഫീല്, ചവക്ക്, കൈകൊണ്ട് തൊട്ടാൽ, പല്ലുകൊണ്ട് ചവച്ചാൽ, കണ്ണുകൊണ്ട് കണ്ടാൽ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആകത്തുകയ്ക്കാണ് ഫ്ലേവർ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞാൽ അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് പറഞ്ഞു എന്ന് മാത്രം. ഇനി കോമൺ ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ്, ഫുഡിൽ ചേർക്കുന്ന സാധനങ്ങൾ. ഫുഡ് അഡിറ്റീവ് എന്തിനാണ് ചേർക്കുന്നത്? ഭക്ഷണത്തിൻ്റെ സ്വീകാര്യത കൂട്ടാൻ, ആളുകൾക്ക് കണ്ടാൽ വാങ്ങാൻ തോന്നണം. ഓക്കെ. ഒന്നാമത്തെ സാധനമാണ് സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ്. സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ഫ്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിലാണ്. ഫ്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഫ്രീസ് ചെയ്ത സാധനം പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തണുപ്പ് മാറ്റും, റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഫ്രീസ് ചെയ്ത മീൻ അല്ലെങ്കിൽ മീറ്റൊക്കെ മേടിച്ചെന്നാൽ അത് വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നെ കുക്ക് ചെയ്യണത്.
അങ്ങനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ജലാംശം നഷ്ടപ്പെടും. അതിന് പറയുന്ന തോ ഡ്രിപ്പ് എന്നാണ്. തോ ചെയ്ത് വരുന്ന വെള്ളം, ആ വെള്ളത്തിൻ്റെ കൂടെ കുറേ ന്യൂട്രിയൻറ്റും കലങ്ങിപ്പോവും. അങ്ങനെ നഷ്ടം വരും, വെയിറ്റ് ലോസ് വരും. ഇത് സാധാരണ ഇതിൽ ഫ്രീസ് ചെയ്ത് കോൾഡ് സ്റ്റോറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നൊരു നഷ്ടമാണ്. ആ നഷ്ടം തടയാൻ, ആ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ തോ ഡ്രിപ്പ് എന്ന് പറഞ്ഞ വെള്ളം അതിൽ നിന്ന് ഊർന്നു പോണതിൽ കുറേ ന്യൂട്രിയൻസും ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ പോഷക ഗുണം നഷ്ടപ്പെടും, പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് നഷ്ടപ്പെടും. അത് വരാതിരിക്കാനാണ് സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് ചേർക്കുന്നത്. സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് സാധാരണ ചെയ്യണത് ഒരു 3% സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പറഞ്ഞ മീന, ഇറച്ചിയ, വെജിറ്റബിളൊക്കെ മുക്കി അല്പനേരം വെച്ചിട്ട് അതെടുത്ത് ഫ്രീസ് ചെയ്യും. അങ്ങനെ ഫ്രീസ് ചെയ്ത സാധനം പിന്നെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ ജലാംശം നഷ്ടമാകുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വെയിറ്റ് ലോസ് ഉണ്ടാവില്ല, ന്യൂട്രിയൻ ലോസ് ഉണ്ടാവില്ല. അതാണ് സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റിൻ്റെ പർപ്പസ്. അടുത്തത് CMC, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ തിക്കനിങ് ഏജൻ്റാണ്. നമ്മൾ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു. ഫ്രൂട്ട് ജ്യൂസ് അടിയാതിരിക്കാൻ, കുറേ ദിവസം ഇരിക്കുമ്പോൾ അടിയിൽ അടിഞ്ഞു കൂടാതിരിക്കാൻ ചേർക്കുന്ന സാധനമാണ് CMC, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. ഫുഡ് ഗ്രേഡ്, എല്ലാം ഫുഡ് ഗ്രേഡ് ആയിരിക്കണം കേട്ടോ. ഫുഡ് ഗ്രേഡേ മേടിച്ച് ചേർക്കാവൂ. എല്ലാ സാധനവും ക്വാളിറ്റി കുറഞ്ഞതും കിട്ടും, ക്വാളിറ്റി കൂടിയതും കിട്ടും. നമുക്ക് ഉപയോഗിക്കേണ്ടത് ക്വാളിറ്റി കൂടിയ ഫുഡ് ഗ്രേഡാണ്. ഓക്കെ, അപ്പോൾ അതൊരു പരമാവധി 1% മതി. അത് നമുക്ക് ആവശ്യമായ തിക്നെസ് കിട്ടാൻ വേണ്ട കോൺസെൻട്രേഷൻ ചേർക്കാം. ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസിലൊക്കെയാണെങ്കിൽ 0.1% ചേർത്താൽ മതി. ഇത് ഹോട്ട് വാട്ടറിൽ ഡിസോൾവ് ആവുള്ളൂ. ഹോട്ട് വാട്ടറിൽ കലക്കിയിട്ട് നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ തിക്കാവാനൊക്കെ ഇത് ചേർക്കാം. ആളുകൾ ചേർക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ തിക്കനിങ് ഏജൻ്റായിട്ട് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. അതേ പർപ്പസ് തന്നെ തിക്കനിങ് ഏജൻറ്റ് നാച്ചുറലായിട്ടുള്ള സാധനമാണ് കോൺഫ്ലോർ, അല്ലെങ്കിൽ നമ്മുടെ ചോളത്തിൻ്റെ പൊടി. അതും തിക്കനിങ് ഏജൻ്റായിട്ട് ചേർക്കാം. ഇതാണ് പൊതുവേ കറിയിലൊക്കെ ചേർക്കുന്നത്. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചിക്കൻ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഈ കോൺഫ്ലോർ ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 0.5% ചേർത്താൽ നല്ല ഒന്നാന്തരം ഗ്രേവി, കളറും നല്ലതായിട്ട് കിട്ടും. പിന്നെ മറ്റൊരു സാധനമാണ് ജലാറ്റിൻ. അതും തിക്കനിങ് ഏജൻ്റാണ്. ജലാറ്റിൻ എന്ന് പറയുന്നത് എല്ലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. നോൺ വെജിറ്റേറിയനാണ്. അതും ഈ പറഞ്ഞ തിക്കനിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം. ലെസിത്തിൻ നാച്ചുറൽ ഇതെല്ലാം തന്നെ അതായത് കോൺഫ്ലോർ, ജലാറ്റിൻ, ലെസിത്തിൻ ഇതെല്ലാം തന്നെ നാച്ചുറലാണ്. അതുകൊണ്ട് നോക്കിയേ, അതിന് ലിമിറ്റൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ടേസ്റ്റും നമുക്ക് ഉദ്ദേശിച്ച തിക്നെസ്സും കിട്ടുന്നത് വരെ ചേർക്കാം. അതിന് പരിമിതിയില്ല, ലിമിറ്റില്ല. ലെസിത്തിൻ അനിമൽ ഒറിജിനും ഉണ്ട്, പ്ലാന്റ് ഒറിജിനും ഉണ്ട്. പ്ലാന്റ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സോയാബീനിൽ നിന്നാണ് എടുക്കുന്നത്. അനിമൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മുട്ടയിൽ നിന്ന്, ചിക്കൻ എഗ് അല്ലെ ഡക്ക് എഗ്ഗിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ചേർക്കുന്ന ചില ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ചേർക്കുന്ന സാധനങ്ങളാണ് വിറ്റാമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഓരോ ഭക്ഷണത്തിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആരോ ഒരാൾ മില്ലറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. മില്ലറ്റിലൊക്കെ ഇതുപോലെ മിനറലും അമിനോ ആസിഡൊക്കെ ചേർത്ത് കൊടുത്താൽ മില്ലറ്റൊക്കെ കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡാക്കി മാറ്റാം. എന്നുവെച്ചാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസ് കിട്ടും. അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ചേർത്ത ഫുഡിനാണ് എൻറിച്ച്ഡ് ഫുഡ്. അപ്പോൾ ഈ വിറ്റാമിൻ, മിനറൽ പ്രധാനമായിട്ടും അയേൺ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. ജ്യൂസിൽ മിനറൽസ് ചേർക്കാവുന്നത്
എനിക്ക് തോന്നുന്നു കാൽസ്യം ചേർക്കാം, അതുപോലെ ഫോസ്ഫറസ്, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ സി ഒക്കെ ആഡ് ചെയ്യുന്നത്. വൈറ്റമിൻ സി ചേർക്കാം. വൈറ്റമിൻ സി ഇപ്പം ലെമൺ ജ്യൂസൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ സി അതിനകത്തുണ്ട്, അല്ലാത്തതിൽ ചേർക്കാം. വൈറ്റമിൻ സി ചേർത്താൽ അത്രയും എന്തെന്നാ അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകും. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വില അല്പം കൂട്ടി വിൽക്കേണ്ടി വരും. എൻറിച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് വില കൂടും, ഗുണമേന്മയും കൂടും, വിലയും കൂടും. അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലത് തന്നെ. അടുത്തത് സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് സ്പൈസസ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, ഇനോസിൻ മോണോഫോസ്ഫേറ്റ്, ഇനോസിൻ, ഈ 3 സാധനവും മീറ്റ് ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചില പ്രത്യേക കൂണ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ കറി വെക്കുകയാണ്, അതിനകത്തൊക്കെ ഇത്തിരി MSGയോ IMPയോ ഇനോസിനോ ഒക്കെ ചേർത്താൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും, മീറ്റ് ഫ്ലേവർ കിട്ടും. വെജിറ്റേറിയൻസിന് മീറ്റ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. മീറ്റിനും ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ്, കുറച്ചുകൂടി ടേസ്റ്റ് നന്നാവും. MSGയും IMPയും ഇനോസിനും ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. ഇനി കളറാണിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റിൽ ആളുകൾ പിടിച്ചു കയറാനായിട്ട് ഉപയോഗിക്കുന്നത്. കളറും നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം തന്നെ നാച്ചുറൽ, അതായത് അനാറ്റോ, ബീറ്റ്റൂട്ട് കളർ, കാരമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ചൂടാക്കി ബ്രൗൺ കളറാക്കി അത് ഡിസോൾവ് ചെയ്തെടുക്കുന്നതാണ് കാരമൽ. കരോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ പച്ചിലയുടെ പച്ച നിറം, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. പാപ്രിക്ക എന്ന് പറയുന്നത് നല്ല ചുവന്ന മുളകിൻ്റെ കളർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത് ഒരു വിറ്റാമിനാണ്, ബി വിറ്റമിൻ. സാഫ്രോൺ അറിയാമല്ലോ, കുങ്കുമപ്പൂ, ചുവപ്പ് നിറം. അപ്പോൾ ഇതെല്ലാം തന്നെ നാച്ചുറൽ കളറാണ്. നാച്ചുറൽ കളറിനെ ചേർക്കണതിന് അതിരില്ല, എത്ര വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ഉദ്ദേശിച്ച കളറ് അപ്പീൽ കിട്ടുന്നത് വരെ ചേർക്കാം. ഇനി അടുത്ത റൈറ്റ് സൈഡിൽ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള കളർ കിട്ടുന്നുണ്ട്. സൺസെറ്റ് യെല്ലോ കളർ. നമ്മുടെ ഈ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കളർ കുറഞ്ഞു എന്നാൽ സൺസെറ്റ് യെല്ലോ അല്പം ചേർത്താൽ നല്ല മഞ്ഞ കളർ കിട്ടും. അതുപോലെ ബ്രില്യൻ ബ്ലൂ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ സിന്തറ്റിക് കളർ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ചേ ഉപയോഗിക്കാം. ഈവൻ നമ്മുടെ അച്ചാറിലുമൊക്കെ ആൾക്കാർ ചേർക്കാറുണ്ട് എരിത്രോസിനൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. എല്ലാത്തിനും വളരെ ലിമിറ്റ് വെച്ച് ചേർക്കാവൂ. സാധാരണ ഇതിൽ ഈ സിന്തറ്റിക് കളറെല്ലാം തന്നെ വളരെ കുറഞ്ഞ PPB ലെവലിലേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ ഒരുവിധം നല്ല കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ടത് ഉപയോഗിക്കുന്നത് ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ കളറ് കണ്ടമാനമായി പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ കളർ കൂടുതലായി പോകും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വേണം അതെല്ലാം ഉപയോഗിക്കാൻ. പറ്റുമെങ്കിൽ നാച്ചുറൽ കളറാണ് കൂടുതൽ അഭികാമ്യം. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർക്കണതിൻ്റെ 2 തരത്തിലാണ് അളവ് എല്ലായിടത്തും സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൽ എത്ര ഗ്രാം. അതെനിക്ക് വേണമെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നല്ലേ. 100 ഗ്രാമിൽ എത്ര ഗ്രാം ഇടണം, അതാണ് പെർസെൻറ്റേജ്. അല്ലെ 100 ml എത്ര ml ചേർക്കണം, അതാണ് പെർസെൻറ്റേജ്. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൽ അല്ലെ 90 ഗ്രാമിൽ 10 ഗ്രാം. 10% എന്ന് പറയണത് 90 ഗ്രാം വെള്ളത്തിൽ 10 ഗ്രാം ഒരു സാധനം ചേർത്താൽ അത് 10% ലായനിയാവും. ഇപ്പോൾ വിനാഗിരി എന്ന് പറയുന്നത് 7% അസറ്റിക് ആസിഡാണ്. 7% അസറ്റിക് ആസിഡ്, അതായത് 93 ml വെള്ളത്തിൽ 7 ml അസറ്റിക് ആസിഡ് അത് ചേർത്താൽ വിനാഗിരിയായി, 100 ml വിനാഗിരിയായി.
അപ്പോൾ പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൽ എത്ര ഗ്രാം. അതുപോലെ ppm, പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോയിൽ എത്ര മില്ലിഗ്രാം എന്നാണ്. 1 ppm എന്ന് പറഞ്ഞാൽ 1 കിലോയിൽ 1 മില്ലിഗ്രാം. 100 ppm എന്ന് പറഞ്ഞാൽ 1 കിലോയിൽ 100 മില്ലിഗ്രാം. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100 ppm എന്ന് പറയുന്നത് 10 കിലോയിൽ 1 ഗ്രാം. 10 കിലോയിൽ 1 ഗ്രാം. 120 ppm എന്ന് പറയുന്നത് 10 കിലോയിൽ 1.2 ഗ്രാം. അപ്പോൾ അങ്ങനെ അത് 2 അളവ്. സാധാരണ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള അഡിറ്റീവ്സ് ചേർക്കുമ്പോഴാണ് പെർസെൻറ്റേജ് പറയുന്നത്. സിന്തറ്റിക് അല്ലെ ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുമ്പോൾ അല്ലെ അഡിറ്റീവ്സ് ചേർക്കുമ്പോൾ സാധാരണഗതിയിൽ അത് ppm ലെവലിലാണ് ചേർക്കുന്നത്, വളരെ കുറഞ്ഞ തോതിൽ. അപ്പോൾ ppm എന്താണ്, പെർസെൻറ്റേജ് എന്താണെന്ന് ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി സം ഐഡിയ അബൌട്ട് ഈ നമ്പർ. നമ്മളിപ്പോൾ ഈ WHO FAOയുടെയൊക്കെ അനുമതി പ്രകാരം അല്ലെ FSSAIയുടെയൊക്കെ അനുമതി പ്രകാരമാണ് ഈ പ്രിസർവേറ്റീവും അഡിറ്റീവ്സും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര്, കെമിക്കൽ ആയിട്ടുള്ള പേര് എഴുതിയിരുന്നാൽ പൊതുജനത്തിന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പൊതുജനം വിചാരിക്കും അയ്യോ ഇതിനകത്ത് എന്തോ കുഴപ്പമുള്ള സാധനം ഉണ്ടെന്നുള്ളൊരു ധാരണ വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഈ അതോറിറ്റീസ് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രിസർവേറ്റീവിനും അഡിറ്റീവ്സിനും ഒക്കെ ഒരു നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ലേബലിൽ ഇൻഗ്രീഡിയൻസ് എഴുതുമ്പോൾ ഒരു പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ട്, ആ പ്രിസർവേറ്റീവിൻ്റെ നമ്പർ എഴുതിയാൽ മതി, പേരെഴുതണ്ട, കെമിക്കൽ പേരെഴുതണ്ട. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്പർ കൊടുത്തത് യൂറോപ്യൻ യൂണിയനാണ്. അവർ കൊടുത്ത നമ്പറാണ് ഈ നമ്പർ, ഈ എന്നുള്ള ലെറ്റർ. ഈ 100 തൊട്ട് 199 വരെ 99 സാധനം കളർ, ഫുഡിൽ ചേർക്കണ കളറാണ്. 99 കളറുണ്ട്. ആലോചിക്കാവുന്നതല്ല എന്തുമാത്രം വെറൈറ്റിയാണ് കളറിൽ. 99 കളർ. അതുപോലെ ഈ 200 തൊട്ട് 282 വരെ 82 ഐറ്റം പ്രിസർവേറ്റീവ്സ് ആൻഡ് ആസിഡ്. 82 ഐറ്റം പ്രിസർവേറ്റീവ് ആൻഡ് ആസിഡ് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 300 തൊട്ട് 341 വരെ ആൻറ്റി ഓക്സിഡൻറ്റ്, റാൻസിഡിറ്റി, കാറപ്പ് തടയാൻ, അതുപോലെ ആസിഡിൻ്റെ അളവ് തടയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് 41. പിന്നെ ഈ 400 തൊട്ടുള്ള നമ്പർ എമൾസിഫയർ, സ്റ്റെബിലൈസർ, തിക്കിനർ, ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്. ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? എമൾസിഫയർ എന്ന് പറഞ്ഞാൽ എണ്ണയും വെള്ളവും ചേർന്നിട്ടുണ്ടാകുന്ന സാധനങ്ങൾ ഒരേ രൂപത്തിൽ നിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എമൾഷനാണ് പാല്. പാലിൽ എന്താ ഉള്ളത്? വെള്ളമുണ്ട്, പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു യൂണിഫോം ഹോമോജനസ് ആയിട്ടുള്ള ഒരു മിശ്രിതമായിട്ടാണ് നിൽക്കുന്നത്. അത് നിൽക്കുന്നത് ഈ എമൾസിഫിക്കേഷൻ കൊണ്ടാണ്, നാച്ചുറൽ എമൾസിഫിക്കേഷൻ. സ്റ്റെബിലൈസർ എന്ന് വെച്ചാൽ കേടുവരാതെ, അതായത് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ നിലനിർത്താനാണ് സ്റ്റെബിലൈസർ. തിക്കിനർ, നമ്മൾ CMCയും കോൺസ്റ്റാർച്ചും ഒക്കെ മനസ്സിലാക്കിയതാണ്. തിക്കാക്കി നിലനിർത്തുക, അടിയിൽ തടുക്കുക. ആൻറ്റി കേക്കിംഗ്, പൊടികൾ, ഇപ്പോൾ നമ്മളുടെ കറി പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി, പുട്ടുപൊടി, അല്ലെങ്കിൽ നമ്മുടെ പൊടിയുപ്പ്, ഇതൊന്നും കട്ട കെട്ടാതിരിക്കാനുള്ള സാധനമാണ് ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം കൂടി 400 തൊട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ, ആ നമ്പർ എഴുതിയാൽ മതി. ഇപ്പോൾ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 210 ആണെന്ന് തോന്നുന്നു. അപ്പോൾ സോഡിയം ബെൻസോയേറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൽ ഈ 210 എന്ന് എഴുതിയാൽ മതി, സോഡിയം ബെൻസോയേറ്റ് എന്ന് എഴുതണ്ട. ഓക്കെ. പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നമ്പറിങ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈക്ക് പകരം INS എന്ന് ചേർത്ത്. അപ്പോൾ
ഈ 100-199 സ്ഥാനത്ത് ഫുഡ് സേഫ്റ്റിക്കാരെന്താ ചെയ്തേക്കണത്? INS 100-199, അതുപോലെ INS 200-282, INS 300-341, INS 400കൾ. അതേപോലെ വേറെ ചില രാജ്യങ്ങൾ, അമേരിക്ക U എന്നുള്ള നമ്പർ, യൂറോപ്പ് E അതാണ് ആദ്യം ചെയ്തത്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് A. ഇനി വേറെ ചില രാജ്യങ്ങൾ അതുപോലെ വേറെ എന്തെങ്കിലും നമ്പറൊക്കെ അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ്. ഓക്കെ.